ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയിലേക്കുണ്ട്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കർത്താവിനോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണന് മണവാട്ടി ശ്രേഷ്ഠമായി തീരണമേ. നിന്റെയും ആധിപത്യത്തിൽ നിന്നെ പ്രീതിപ്പെടുത്തിയവരായ സർവവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സന്മാരുടെ ഗണത്തിലും ചേർന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയറ്റുകയും ചെയ്യണമേ. ഓശോ കുലിസ്വാൽമേ. പ്രകാരനോട് കഥ ചെയ്യണമേ. നിന്റെ കണ്ണട ഭക്തം പ്രകാരന്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. എന്റെ ന്യായത്തിന്റെ പാപം നിന്നോട് പാകണമേ. എന്തെന്നാൽ എല്ലാത്തിനും ഞാൻ അറിയുന്നു എന്റെ പാപങ്ങൾ ഇപ്പോൾ എന്റെ നേരെ ഇരിക്കുന്നു. തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുവനന്തന്മകളെ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വേദത്തിൽ നീ നീതിയിരിക്കപ്പെടുകയും നിന്റെ ന്യായത്തിൽ നീ ജയിക്കുകയും ചെയ്യും. എന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവിനെ ഗർഭധരിക്കുകയും ചെയ്തു. എന്നാൽ നീ നിന്നെ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. നിന്റെ സ്വഭാവം എന്നെ തിളക്കണമേ, ഞങ്ങളുടെ പാകപ്പെടും. അതിനാൽ എന്നെ നീ വെണ്മയാക്കണമേ. കുറച്ചു മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. എന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണിതയുള്ള എന്റെ അസുഖം സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ മുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, വെടുപ്പുള്ള ഹൃദയത്തെ സൃഷ്ടിക്കണമേ. സ്ത്രീകളുടെ ആത്മാവിനെ എന്റെ ഉൾപ്പെടുന്നാക്കണമേ. നിന്റെ തുരുവിൽ കളയണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ നിന്നടക്കുകയും അരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികളെങ്കിലേക്ക് തിരികെയും ചെയ്യും. എന്റെ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്റെ നാവ് നിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ ആദരങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വായ നിന്റെ സ്തുതികളെ പാടും. എന്നാൽ ബലികളിൽ നീ തിരുമനസ്സായില്ല, ഹോമ ബലികളിൽ നീ നിരപ്പായുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്ന്നുള്ള ആത്മാവാകുന്നു. ദൈവം നിറഞ്ഞ ഹൃദയത്തെ നിരസിക്കുന്നില്ല. എന്റെ ഇഷ്ടത്താൽ സിയോനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോ നീതിയോടുകൂടെ ബലികളിലും ഹോമങ്ങളിലും ഇഷ്ടപ്പെടും. അപ്പോ നിന്റെ ബലികൊടുത്തമേൽ കാളുകൾ ബലിയായി കരയറും. ദൈവമേ, സ്തുതിക്കുമാകുന്നു. Moran,
Kodelane Shom Shiho. Sogalo Hodas Parsa Mensulto Gadisto Mariam. Olende Hokanoa. മരീഷാർത്ഥം പ്രീശന്മാരടുത്തിയെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടികർത്താവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചു വന്നു. ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്ന വ്യഭിചാര കുറ്റം കൊണ്ട് അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കുമെതിരായി അജേയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ.
സതിമാർ മുടിയോട് സദൃശൻ. ബാർക്കുമോർ നീതിയും കിരീടവും അക്ഷയ ഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാകുകയും ചെയ്യട്ടെ. ഓശോ കുലസ്ബാൻ ലവൽ മേ. മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മിശിഹ യഥാർത്ഥമായ നിന്റെ യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ ശിംശയുടെ സിംഹാസനമായ ജീവമേശയുടെയും പരിശുദ്ധ സ്ലീവായുടെയും വെടിപ്പുള്ള എവങ്കീലിയന്റെയും ജനക്കൂട്ടത്തിന്റെ മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ മുമ്പാകെ അല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് നിങ്ങൾക്കിവിടെയും ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും വിശ്വാസന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിനും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനീയമായ പരിശുദ്ധ നിയമർത്തമറിയാമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശുമിശിഹായുടെ വലത് കൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ത്രയേക ദൈവത്തിന് സ്തുതി. അഭിമന്യ തിരുമനസ്സുന്ന മൂലയിൽ കോർപ്പസ്കോപ്പാച്ചനും സോബിയച്ചനും ഈ കുടുംബത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. അവരെ നന്ദിയോടെ ഓർക്കുകയും ദൈവം അനുഗ്രഹിക്കട്ടെ.
आया एक ख्याल है, पाते हमें जिंदगी एक पूरा करे कोई हम इसका प्यार, चाहे हमें इंतजार की जिंदगी यही है बरस रही है. And that was a fantastic entry, guys. Thank you so much. So, first of all, congratulations to both of you. രണ്ടു പേരും ബ്യൂട്ടിഫുൾ ലുക്കിലാണ്, ശരിയാണോ? സ്റ്റണ്ണിംഗ് ലുക്കിലാണോ കസൻസ്? ഓഫ് കോഴ്സ് ഒരു പ്രിൻസ് ആൻഡ് പ്രിൻസസ് ചാമ്പിങ്ങിലാണ് രണ്ടു പേരും ഇനി വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. സോ ഇവരെ രണ്ടുപേരെയും മന്നയും രാഹുലിനെയും നമുക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് സ്റ്റിൽ ഞാനൊരു ചെറിയ ഇൻട്രോ നൽകാം. A handsome groom is Mr. Rahul John Joshi. He has completed his Masters in Computer Engineering from Arizona State University, and now he is working as a Systems Design Engineer. And moving on to this gorgeous lady, a beautiful bride is Mrs. Manna Maria Sekaria. She has completed BTech in EC from Rajgiri, and now she is working as a Senior Systems Engineer at Infosys. So now I have a small question for you. എനിക്ക് ഇവരോട് ഒരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ചോദിച്ചോട്ടെ? നിങ്ങളൊരു നല്ല കൈയടി നൽകി കഴിഞ്ഞാൽ ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓൾ റൈറ്റ്, ടെൻഷൻ അടിക്കണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായ കുറച്ച് മൊമെന്റ്സിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. സോ ദിസ് ഇസ് ഡെഫിനറ്റ്ലി എ ഡ്രീം മൊമെന്റ് ഫോർ ബോത്ത് ഓഫ് യു. നിങ്ങൾ എത്ര വർഷം കഴിഞ്ഞാലും എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും സന്തോഷം നൽകുന്ന കുറച്ച് മൊമെന്റ്സ് ആണ് ഈ ഒരു നിമിഷങ്ങൾ. സോ ഈ ഒരു മൊമെന്റിൽ, ഈ ഒരു നിമിഷത്തിൽ വാട്ട് ഡു യു ഗൈസ് എക്സാക്ട്ലി ഫീൽ? എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? ടെൻഷൻ ഉണ്ടോ, അതോ എക്സൈറ്റ്മെന്റ് ആണോ? ഇനി ഇതൊന്നുമല്ല, ഞങ്ങൾക്ക് മറ്റെന്തൊക്കെയോ ചിന്തകളാണ്, മറ്റെന്തൊക്കെയോ ഫീലിങ്സ് ആണ് ഞങ്ങളുടെ മനസ്സിലൂടെ ഇങ്ങനെ ഊട്ടി മറയുന്നത് എന്നാണോ? നമ്മളൊക്കെ എക്സൈറ്റഡ് അല്ലേ കേൾക്കാനായിട്ട്? ആണോ? ആണെങ്കിൽ ഒരു കൈയടി കൂടെ നൽകാവോ? യെസ്. I guess I'm going through a mix of emotions, happiness, tension, പിന്നെ കുറച്ച് വിശപ്പുണ്ട്. അതന്നെ എനിക്കും പറയാനുള്ളൂ. ഞാൻ വേണമെങ്കിൽ അത് തന്നെ മലയാളത്തിലും പറയാം. എക്സൈറ്റഡ് ആണ്. യെസ്. യെസ്, അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആണ്. ഇവരെ പോലെ തന്നെ നമ്മളും ഹാപ്പിയാണ്. അപ്പൊ ഈ ഒരു സന്തോഷത്തോടെ തന്നെ ഇന്നത്തെ ഈ ഒരു ആഘോഷം നമ്മൾ ഇവിടെ തുടങ്ങിയാണ്. ബട്ട് ബിഫോർ ദാറ്റ്, നമ്മുടെ ഈ ഒരു ഫ്രെയിമിന് ഐ ഫീൽ എന്തോ ഒരു ഇൻകംപ്ലീറ്റ്നെസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? ഇവിടെ ആരൊക്കെയോ എത്താത്തത് പോലെ എന്തോ ഒരു ഇൻകംപ്ലീറ്റ്നെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡു യു ഗൈസ് ഫീൽ ദാറ്റ്? ഫാമിലി, ഓഫ് കോഴ്സ്, ഫാമിലി ഇല്ലാതെ എന്ത് ആഘോഷം അല്ലേ? ഒരു പക്ഷേ ഇന്നത്തെ ദിവസം, ഒരു പക്ഷേ അല്ല, തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം ഇവരെക്കാൾ കൂടുതൽ ഹാപ്പി ആയിരിക്കുന്നത് ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. എക്സ്പെഷ്യലി പാരൻസിന്റെ ഒരു ഡ്രീം ഡേ ആണ് ഇന്നത്തെ ഈ ഒരു ദിവസം. സോ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ രാഹുലിന്റെയും മന്നയുടെയും ഫാമിലിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സോ ഫസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം രാഹുൽസ് ഫാമിലി. ഐ വെൽക്കം ഹിസ് ഫാദർ മിസ്റ്റർ ജോഷി ആൻഡ്രൂസ് along with his mother Mrs. Asha John. Please join us. Mr. Joshi Andrews is a chartered accountant. നല്ലൊരു കൈയടിയോടെ രാഹുലിന്റെ ഫാമിലി നമുക്ക് സ്വാഗതം ചെയ്യാം. I would also love to welcome Rahul's brother, Mr. Rohit George Joshi, along with his wife, Mrs. Ashwita Rees. Please join us. Ladies and gentlemen, let's give a big round of applause to Rahul's family. All right. So now it's time to welcome Manna's family to the stage. I would like to welcome her father, Advocate John Sekaria, and her mother, Advocate Leah John. Please join us. Now I would like to welcome her siblings. First of all, her sisters, Dr. Priyanka Susan Sekaria and Miss Christina Ann Sekaria, and also her brother, Mr. Abel John Sekaria. Miss Christina Ann
has completed her BTech in EC from Model Engineering College to Kakara. Mr. Abel is currently in his third year of MBBS at Jubilee Mission Medical College, Thrissur. സോ നമ്മുടെ ഹോൾ ഫാമിലി സ്റ്റേജിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴാണ് ഇതൊരു കംപ്ലീറ്റ് ആൻഡ് മനോഹരമായ ഫ്രെയിമായി മാറിയത്. സോ ഈ ഒരു ന്യൂലി ഫൗണ്ട് ഫാമിലിക്കായിട്ട്, ഈ ഒരു പുതിയ യാത്രക്കായിട്ട് വൺസ് അഗൈൻ can we give a big round of applause? All right. So now നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഏറ്റവും ബഹുമാന്യനായ നയനാൻ അച്ഛനെയും ബേസിൽ അച്ഛനെയും സൗബിൻ അച്ഛനെയും ഏറെ ബഹുമാനപൂർവ്വം സ്നേഹപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബ്രിജേഷ് ഫിലിപ്പച്ചപ്പനെയും ഏറെ സ്നേഹപൂർവ്വം തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. So let's begin the ceremony with a prayer. കാരുണ്യവാനും സ്നേഹസമ്പൂർണനുമായ ദൈവമേ, അനുഗ്രഹകരമായ വിവാഹകൂദാശയിലൂടെ നിന്റെ മക്കളെ സംയോജിപ്പിക്കുകയും ദാമ്പത്യ ജീവിതത്തിന് അടിസ്ഥാനമിടുകയും ചെയ്ത് അനുഗ്രഹിച്ച വലിയ കൃപയെ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. അവിടുത്തെ കരങ്ങൾ മുറുകെ പിടിച്ച് തിരുസന്നിധിയിൽ ആശ്രയം വെച്ച് ഏറ്റവും അനുഗ്രഹകരമായിരിക്കുന്ന കുടുംബജീവിതം നയിക്കുവാൻ തക്കവണ്ണം രാഹുലിനെയും മന്നായെയും സമൃദ്ധമായി തുടർന്നും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കുടുംബശിഥിലീകരണത്തിൻ്റെ ഇരുളൊക്കെ വ്യാപിക്കുന്ന ഒരു ലോകത്തിൽ മാതൃകായോഗ്യമായിരിക്കുന്ന കുടുംബജീവിതത്തിൻ്റെ പ്രകാശം വിതയ്ക്കുവാൻ തക്കവണ്ണം അവരെ അവിടുന്ന് അസമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പരസ്പരം യോജിപ്പിക്കപ്പെട്ടതായ കുടുംബാംഗങ്ങളെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ നിൻ്റെ മക്കൾക്ക് ഏറ്റവും അനുഗ്രഹകരമായിരിക്കുന്ന ദാമ്പത്യ ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ തക്കവണ്ണം പ്രാർത്ഥനാപൂർവമായിരിക്കുന്ന കൈത്താങ്കൽ നൽകുവാൻ അവരെയും അവിടുന്ന് ശക്തീകരിക്കണമേ. ഈ സന്തോഷത്തിനായി തിരുസന്നിധിയിൽ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളെല്ലാം തിരുസന്നിധിയിൽ ഏൽപ്പിച്ചും സമർപ്പിച്ചും പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷത്തിലേക്ക് അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് പ്രവേശിക്കുവാനും ഏറ്റവും തിരുനാമ മഹത്വത്തിനു വേണ്ടി ജീവിച്ച് വെളിച്ചം പ്രസരിപ്പിക്കുവാനും തക്കവണ്ണം ഇന്നിൻ്റെ മക്കൾക്കെന്ന പോലെ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ സന്ധ്യയ്ക്കായിട്ട് സ്തുതിക്കുന്നു. ഈ ഫെലോഷിപ്പിനും സെലിബ്രേഷനുമായിട്ട് തിരുനാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ കുറവുള്ള ഈ പ്രാർത്ഥനകളെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പ്രീതി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൽ നീ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. എൻ്റെ ഉദരഫലമായി നമ്മുടെ കർത്താവായ യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള നേർത്തു പറയുമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം തമ്പുരാൻ നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും ആശ്വസിപ്പിക്കുന്നവനായ പരിശുദ്ധരുടെ സമ്മതവും ആവാസവും ദൈവം കൂടി ഒരുമേലും വിവാഹ ജീവിതം ആരംഭിക്കുന്ന പ്രിയമക്കളോടുകൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. Thank you so much, fathers. So now it's time for the candle lighting ceremony. Sumanna and Rahul, please light the lamps together. Family members കൂടെ ഒന്ന് gather ചെയ്യണം. വിളക്ക് തെളിച്ചുകൊണ്ട് വെളിച്ചം പകർന്നുകൊണ്ട്
ഒരു പുതിയ യാത്ര മന്നയും രാഹുലും ചേർന്ന് ഒരുമിച്ച് ഇവിടെ തുടങ്ങുകയാണ്. നമുക്ക് നമ്മുടെ ബ്ലെസ്സിങ്സ് നല്ല കൈയടികളുടെ രൂപത്തിൽ ഇവർക്കായിട്ട് നൽകാം. So now it's time for the cake cutting ceremony. It's time to cut this delicious cake. So Manna and Rahul, please cut the cake together. Family members കൂടെ ഒന്ന് gather ചെയ്യണം. മന്നയും രാഹുലും ചേർന്ന് ഈ ഒരു കേക്ക് കട്ട് ചെയ്ത് മധുരം പങ്കുവെച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരു പുതിയ ചാപ്റ്റർ ഒരുമിച്ച് ഇവിടെ ആരംഭിക്കുകയാണ്. ഈ ഒരു കേക്കിന്റെ മധുരം പോലെ ഒരുപാട് മധുരമുള്ള ഓർമ്മകൾ അവരുടെ ഒരു മുന്നോട്ടുള്ള ജീവിതത്തിൽ നിറയട്ടെ എന്ന് ഈ ഒരു നിമിഷത്തിൽ ആശംസിക്കുകയാണ്. സോ അടുത്തതായി ഒരു സ്പെഷ്യൽ മൊമെന്റ് ആണ്. ഒരു പക്ഷേ നമ്മുടെയൊക്കെ ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ സിബ്ലിങ്സ് ആയിരിക്കും. നമ്മൾ ജനിച്ചത് മുതൽ നമ്മുടെ കുട്ടിക്കാലം മുതലുള്ള എല്ലാ കുരുത്തക്കേടുകളും കുസൃതികളും ഒക്കെ കണ്ട് വളർന്നവരാണ് അവർ. സോ നൗ രാഹുൽസ് ബ്രദർ മിസ്റ്റർ രോഹിത് ആൻഡ് മനാസ് യങ്ങർ സിസ്റ്റർ മിസ് ആൻ is ready for the sibling toast. So first I would like to welcome Mr. Rohit alias. Thank you. For those of you who don't know me, my name is Rohit. I'm Rahul's eldest brother and the most good-looking one also. Just 1 minute until I find my speech. Sorry. So, growing up with Rahul is amazing because he was a part-time athlete and a full-time stand-up comedian. We called it music with muscles. It was extremely hilarious. The athlete in him would take a toy that is mine and he would aim for the ceiling fan, knowing that it would break. And he would aim it, he would succeed in it, he would rejoice in it. And like the toy, my heart was also shattered in pieces. But I really discovered one thing for that. He has an aptitude for engineering because he will bring it back all together with super glue and say it's fixed. With all the other components left outside, it is still fixed. But in all seriousness, I've always admired how Rahul wears his heart on his sleeve. And when he met Manna, it became obvious she was the one. She makes him happier that I've ever seen, and frankly, we're all relieved. Finally somebody has tamed him. So, good job. To Manna and Rahul, may your life together be even more entertaining than our childhood and filled with all the love and laughter you bring to those around you. So, congratulations, guys. Thank you so much, Mr. Rohit, for your wonderful words. So now I would like to welcome Manna's younger sister, Miss Anne, alias. Hi everyone. So I'm Christina and I'm Manna's younger sister. So yeah, like one thing she said is right. We know her as siblings more than anyone else. And there's something everyone always asks us. And it's true. Fun and mayhem are synonyms in our house, but it was so much fun growing up in childhood. And I guess and Manna was also the strongest because I was short
and stuffy, but Manna was very strong. But Manna would never hit me back because she knew that enne adichala enikku endalum pattum. So Manna would like ഞാൻ അവളെ കുറേ bully ചെയ്തിട്ടുണ്ട്, and she would take that and all. മന്നയുടെ കാര്യം പറയുകയാണെങ്കിൽ മന്ന ഹാസ് ഓൾവേസ് ബിൻ ദ സ്വീറ്റസ്റ്റ്. മന്നയുടെ ദേഷ്യം എനിക്കായിരുന്നു ഇത്രയും നാൾ റിസർവ്ഡ് ആയിട്ടുള്ളത്, വിച്ച് ഇസ് സംതിങ് ദാറ്റ് ഐ ഹാവ് ടു നൗ ഷെയർ വിത്ത് അച്ചാച്ചൻ. സോ ഞങ്ങൾ 4 പേരിലും മന്ന വാസ് ദ വൺ ഹു ഓൾവേസ് ടേക്സ് കെയർ ഓഫ് ദ 4 of us, ഈ ഫുഡ് കഴിക്കാനും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. And the sweetest. And actually during the ceremony today I had to like literally hold back tears. മന്നയുടെ കല്യാണമാണ്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കുറേ കന്നാസും കട്ലാസും ടോം ആൻഡ് ജെറി അങ്ങനെ നടന്നവരാണ്. ആൻഡ് മന്ന ഹാസ് എ ഗുഡ്, റിയലി ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ഓൾ 3 of us. ആൻഡ് ഞങ്ങൾ 4 പേരിൽ ഏറ്റവും കൂടുതൽ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് ഞങ്ങൾ വെച്ചേക്കുന്നത് മന്നാനെയാണ്. So our Gemini അങ്ങോട്ട് തരുവാണ്, but then I were also getting Achachan. We're like, okay, but കുഴപ്പമില്ല, adjust ചെയ്യാം. And another fact that I hate to admit, we're both very much alike. ഞാനും അച്ചാച്ചനും. But I guess it has its own merits and demerits. So Achacha and all of you, welcome to the family. We love having you guys over and hanging out with you. And I'm so happy that we're all together and that we're a family now. So congratulations you two, and all the greatest blessings in the world for you two in your married life. താങ്ക് യു ആൻഡ് ഫോർ യുവർ സ്വീറ്റ് വേർഡ്സ്. രാഹുലിൻ്റെയും മന്നയുടെയും ലൈഫിൽ ഏറ്റവും സന്തോഷം നൽകുന്ന കുറച്ച് മൊമെൻറ്റ്സ് ആണ് രോഹിത്തും മാനും ഇവിടെ ഷെയർ ചെയ്തത്. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. സോ നൗ ഫൈനലി ഇറ്റ്സ് ടൈം ഫോർ ദി വൈൻ ടോസ്റ്റിംഗ് സെറമണി. ആൻഡ് ഹിയർ വി ഹാവ് ദ വൈൻ. Sumanna and Rahul, please toast your wines. Ladies and gentlemen, let's give a big round of applause. ഈ ഒരു വൈനിന്റെ ലഹരി പോലെ ഇവരുടെ പ്രണയത്തിന്റെ ലഹരി ദിനം പ്രതി വർദ്ധിച്ചു വരട്ടെ എന്ന് ഈ ഒരു നിമിഷത്തിൽ ആശംസിക്കുകയാണ്.
ഹലോ എവരിബഡി. ഓക്കെ, അപ്പം നമ്മളൊരു ട്രാക്ക് കൂടെ വായിച്ച് നമ്മൾ ഏകദേശം പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യും. അപ്പം ആ പാട്ടിൻ്റെ കൂടെ എല്ലാവരും ജസ്റ്റ് ഒരു 2 സ്റ്റെപ്പ് വെക്കാൻ പറ്റുമോ? നിങ്ങൾ എല്ലാവർക്കും റെഡി ആയിട്ട് പറ്റുമോ? റെഡിയാണോ എല്ലാവരും കൂടെ? ഫ്രീ സ്റ്റൈൽ സ്റ്റെപ്പ് മതി. ഓക്കെ, റെഡി? ഓക്കെ, അപ്പം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും ഫ്രണ്ടിലേക്ക് വരാമോ?